ഞാനും മാമയും ഇന്ന് മസ്ജിദിൽ കിബിലത്തേനിയിലാണ്. ഇവിടുത്തെ ചരിത്രം മാമ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ മസ്ജിദുൽ കിബിലത്തൈനിയിലാണ്. ഈ കാണുന്ന മസ്ജിദാണ് മസ്ജിദുൽ കിബിലത്തൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ എന്നും അള്ളാഹുവിനോട് പറയുമായിരുന്നു, കഅബാലയത്തെ കിബിലയാക്കി അനുവദിച്ചു തരണമെന്ന്. റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലെത്തി 16 മാസങ്ങൾക്ക് ശേഷം ഷഅബാൻ 15-ാം തീയതി റസൂലുള്ളാഹി ബനീ സലമ ഗോത്രക്കാരുടെ പ്രദേശത്ത് വരുന്നുണ്ട്. അങ്ങനെ പ്രദേശത്ത് വരികയും ബനീ സലമ എന്ന് പറയുന്ന പള്ളിയിലേക്ക് കയറിക്കൊണ്ട് ളുഹർ നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 റക്അത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിൽ അംറാത്തുൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ് സമാ ഫവല്ലി വജ്ഹിക ഷത്റൽ മസ്ജിദിൽ ഹറാം വനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. അല്ലയോ പ്രവാചകരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചില്ലയോ കഅബാലയത്തെ ഖിബ്ലയാക്കി അനുവദിച്ചു തരണമെന്ന്? അതിനാൽ നിങ്ങൾ ഈ സമയം മുതൽ കഅബാലയത്തിലേക്ക് നോക്കി നിങ്ങളുടെ മുഖം നോക്കി നമസ്കരിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് സന്ദേശം കിട്ടുകയാണ്. ഉടനെ തന്നെ റസൂൽ ആ സമയത്ത് തന്നെ കഅബയിലേക്ക് നോക്കി നമസ്കരിക്കുന്നു. അങ്ങനെ ഒരേ നമസ്കാരത്തിൽ 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും 2 റക്അത്ത് കഅബാലയത്തിലേക്കും നോക്കി നമസ്കരിച്ചത് കൊണ്ടാണ് ആ പള്ളിക്ക് കിബിലത്തൈൻ എന്ന് പേര് വരുന്നത്. ഇതിലൂടെ ഒരു കിബിലമാറ്റം മാത്രം സംഭവിക്കുകയല്ല ചെയ്യുന്നത്. നോക്കുക, ബൈത്തുൽ മുഖദ്ദസിൻ്റെ ദിശ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ ആരാധനാ രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് ആ ദിശ എടുത്തു മാറ്റുന്നതോടുകൂടി മുസ്ലിമീങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സ്വതന്ത്രമാവുകയാണ്. ചരിത്രപരമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക.